आरएसएस के लोग सुन लो, आपने कहा कि मुझे माफी मांगनी चाहिए, मैं कभी माफी नहीं मांगूंगा, फिर बोलूंगा। अमित शाह और नरेंद्र मोदी गद्दार हैं क्योंकि उन्होंने कॉन्स्टिट्यूशन पर आक्रमण किया है। सुन लो अच्छी तरह, मैं तुम लोगों से नहीं डरता हूँ और हिंदुस्तान की जनता इस बात को समझ गई है और हिंदुस्तान की जनता भी आपसे नहीं डरती है। ഇത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മോദിയെ കണക്കറ്റ് വിമർശിക്കുകയാണ്. അധികാരത്തിന്റെ അതിരില്ലാത്ത ശക്തിയിൽ ഇന്നേ വരെ ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു സിംഹാസനം. പക്ഷേ അതിൽ വീഴുന്ന ചെറു വിള്ളലുകൾ പോലും ഇപ്പോൾ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയാണ്. BJP എന്ന രാജ്യത്തെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആ ശബ്ദങ്ങൾ, അതായത് BJPയുടെ മുതിർന്ന നേതാക്കൾ തന്നെ, അത് കേവലം മാധ്യമങ്ങളുടെ ഭാവന മാത്രമാണ്. അതോ ഇത്രയും കാലം അവർ മൂടിവെച്ച അസ്വസ്ഥതകൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ ഒരു തുടക്കമാണ്? ഒരു വശത്ത് സംഘപരിവാറിന്റെ തിരുത്തലുകൾ, മറുവശത്ത് മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ, അധികാരത്തിന്റെ മാളിക മുകളിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ഒറ്റക്കെട്ട് എന്ന പുകമറകൾക്ക് മീതെ ഒടുവിലിതാ ചില ചോദ്യങ്ങൾ പുകഞ്ഞുയരുകയാണ്. ചോദ്യം ഒന്നേ ഉള്ളൂ, BJPയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത ആ ശബ്ദം, അതായത് മോദിയെ വിമർശിക്കുന്ന ശബ്ദം വെറുമൊരു അസ്വസ്ഥതയുടെ മുറുമുറുപ്പ് മാത്രമാണോ, അതോ സാമ്രാജ്യങ്ങളുടെ പതനം കുറിക്കുന്ന പടയൊരുക്കത്തിന്റെ ആദ്യ കൊടിയേറ്റമാണോ ഇപ്പോൾ BJPക്കുള്ളിൽ നടക്കുന്നത്? അതേ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 12 വർഷക്കാലമായി BJPയിൽ നിന്ന് വിമർശനം കേൾക്കാത്ത മോദി ഇന്ന് പാർട്ടിക്കുള്ളിലെ വിമർശനം കൊണ്ട് പുകയുകയാണോ? അതോ മോദി എന്ന വൻ ശക്തിയെ ചുവടോടെ വെട്ടാൻ തക്കം പാർക്കുന്ന സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഇത്ര ശക്തമായി മോദിയെ വിമർശിക്കാൻ കഴിയുന്നത് മോദിയുടെ പടിയിറക്കം ആരംഭിച്ചു എന്നതിന്റെ വലിയ സൂചനയാണോ? ഇതാ ആരും പറയാൻ മടിക്കുന്ന ഈ കാര്യങ്ങളുടെ യഥാർത്ഥ ചിത്രങ്ങൾ കൃത്യമായി വസ്തുതയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിവുകളോടെ ഇന്ന് വരച്ചു കാട്ടാം. BJPയിൽ നരേന്ദ്രമോദിക്കെതിരെ പടയൊരുക്കമോ, അതോ കേവലം മാധ്യമ സൃഷ്ടിയായ ചെറിയ ചില അസ്വസ്ഥതകൾ മാത്രമാണോ ഇത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണിത്. ഒരു പതിറ്റാണ്ടോളമായി നരേന്ദ്രമോദി എന്ന ഒറ്റ വ്യക്തിത്വത്തിന് കീഴിൽ യാതൊരുവിധ എതിർപ്പുകളും ഇല്ലാതെ ഒരേ സ്വരത്തിൽ സംസാരിച്ചിരുന്ന BJPക്കുള്ളിൽ ഇപ്പോൾ ആദ്യമായി വ്യത്യസ്ത ശബ്ദങ്ങൾ ഉയരുന്നുണ്ടോ? അത് ഇപ്പോൾ പുറത്തു കേൾക്കുകയാണ്. അതോ മാധ്യമങ്ങൾ പ്രസ്താവനകളെ വരികൾക്കിടയിലൂടെ വായിച്ച് രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നതാണോ? ഇവിടെ ഒരു ഊഹാപോഹങ്ങൾക്കും ഇടയില്ല. ഇന്ന് നാം സംസാരിക്കുന്നത് കേവലം അഭ്യൂഹങ്ങളല്ല, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വ്യക്തമായ വസ്തുതകളെ മുൻനിർത്തി മാത്രമാണ് നമുക്ക് ഓരോന്നായി ഇവിടെ പരിശോധിക്കേണ്ടത്. ആദ്യം തന്നെ രാജ്യത്തെ പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം. അത് മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ നാഗ്പൂരിൽ RSS സർ സംഘചാലക് മോഹൻ ഭഗത് നടത്തിയ പ്രസംഗം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മുഴുവൻ ചർച്ചയിലാക്കി. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാത്രം മതി ആ പ്രസംഗം എന്തുകൊണ്ട് ഇത്ര വലിയ വാർത്തയായെന്ന് മനസ്സിലാക്കാൻ. അഹങ്കാരമില്ലാത്തവനാണ് യഥാർത്ഥ സേവകൻ. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യവും കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഷ്ട്രീയ മര്യാദകൾ പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ല എന്ന വലിയ സത്യം. ഇത് RSSന്റെ ഏറ്റവും മുതിർന്ന നേതാവ് മോഹൻ ഭഗത് പറഞ്ഞ വരികളാണെങ്കിൽ ഇന്ന് സിറ്റുവേഷൻ പൂർണ്ണമായും മാറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, BJPയിലെ ഓരോ തലമുതിർന്ന നേതാക്കളും നേരെ വീഡിയോയിലും പ്രസ്താവനയുമായി മോദിക്ക് വിമർശനമായി ഒത്തിയിരിക്കുന്നു. അതിൻ്റെ എല്ലാം തെളിവ് ഉൾപ്പെടെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ മോഹൻ ഭഗത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ആരുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വാക്കുകൾ ആരെ ലക്ഷ്യമിട്ടതുള്ളതായിരുന്നു എന്നത് എല്ലാവർക്കും സ്പഷ്ടമാണ്. അതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ BJP നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വീകരിച്ച ശൈലിയിലേക്കുള്ള പരോക്ഷ വിമർശനമായിട്ടാണ് നിരവധി ദേശീയ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഈ പ്രസംഗത്തെ ഇപ്പോഴും വിലയിരുത്തുന്നത്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ദിവസങ്ങൾക്ക് ശേഷം പൂനെയിൽ നടത്തിയ മറ്റൊരു പ്രസംഗത്തിലും മോഹൻ ഭഗത് വീണ്ടും ശ്രദ്ധേയമായ ഒരു സന്ദേശം നൽകിയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ദൈവമാണെന്ന് സ്വയം കരുതരുത്.
നമ്മൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എന്നത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആരാണ് സ്വയം ദൈവമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി എന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം എന്ന വാസ്തവവും നമ്മൾ മറന്നുപോകരുത്. ഈ പ്രസ്താവനയും വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി മോദി നടത്തിയ "ഞാൻ ജൈവികമായ രീതിയിൽ ജനിച്ച ആളല്ല" എന്ന പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വാക്കുകളെ മോദിയിലേക്കുള്ള പരോക്ഷ മറുപടിയെന്ന് പല ദേശീയ മാധ്യമങ്ങളും വിശകലനം ചെയ്യുകയുണ്ടായി. ഇവിടെ ശ്രീ മോഹൻ ഭഗവത് ആരുടെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഈ രണ്ട് പ്രസംഗങ്ങളും തെരഞ്ഞെടുപ്പ് ശേഷമുള്ള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട RSS സന്ദേശങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: BJPയുടെയും RSSന്റെയും ബന്ധത്തിൽ പുതിയൊരു സന്ദേശം കൈമാറപ്പെടുകയാണോ, അല്ലെങ്കിൽ RSS മോദിയെ നേരിട്ട് വിമർശിക്കുകയാണോ ചെയ്യുന്നത്? അതുമല്ലെങ്കിൽ ഇതെല്ലാം വെറും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ മാത്രമാണോ? സുഹൃത്തുക്കളെ, അതിനൊക്കെ ശേഷം ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധം രാജ്യം മുഴുവൻ ചർച്ചയായ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ചു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ പ്രതികരണമായിരുന്നില്ല സുഹൃത്തുക്കളെ. BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ചില വ്യത്യസ്ത ശബ്ദങ്ങളായിരുന്നു. അത് മറ്റൊന്നുമല്ല, BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ മുരളി മനോഹർ ജോഷി പരസ്യമായി പറഞ്ഞു, വിദ്യാർത്ഥികൾക്കെതിരെ ബലപ്രയോഗം ഒരു പരിഹാരമല്ല, പ്രതിഷേധക്കാരെ നേരിടേണ്ടത് ലാത്തി കൊണ്ടുമല്ല, സംവാദത്തിലൂടെയാണ് അവരെ നേരിടേണ്ടത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന അദ്ദേഹത്തിന്റെ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് അത് വഴിതെളിക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ഓർക്കണം, ഇതുവരെ ആരും നേരിട്ട് മോദിയെ വിമർശിച്ചിട്ട് ഇല്ലാത്തൊരു ചരിത്രമാണ് ശ്രീ മുരളി മനോഹർ ജോഷി BJPക്കുള്ളിൽ നിന്ന് അത് തിരുത്തി എഴുതിയത്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, അതിന് പിന്നാലെ BJPയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ P. മുരളീധർ റാവുവിന്റെ പ്രസ്താവനയും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായ ഒരു വാചകമാണ്, പക്ഷേ അതിന്റെ രാഷ്ട്രീയ അർത്ഥത്തെക്കുറിച്ചാണ് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഭരണം ഭൂരിപക്ഷത്തിന്റെ ജനവിധിയിൽ നിന്ന് വരാം, പക്ഷേ അത് നിലനിൽക്കുന്നത് ജനങ്ങളുടെ സമ്മതത്തോടു കൂടി മാത്രമാണ് എന്നായിരുന്നു. ഈ പ്രസ്താവനയെ ചില ദേശീയ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും സർക്കാരിനുള്ള പരോക്ഷ വിമർശനമായി വിശകലനം ചെയ്തു. അതേസമയം മറ്റു ചിലർ ഇത് പൊതുവായ ജനാധിപത്യ മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണെന്നും വിലയിരുത്തി. എന്തായാലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല, വർഷങ്ങളായി മോദിയുടെ നേതൃത്വത്തിൽ ഒരേ സ്വരത്തിൽ സംസാരിച്ചിരുന്ന പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ പൊതു പ്രസ്താവനകൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതുതന്നെയാണ്: ഇത് ഒറ്റപ്പെട്ട ഒരു അഭിപ്രായങ്ങളാണോ, അതോ BJPക്കുള്ളിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ ചർച്ചകളുടെ ആദ്യ സൂചനകളാണോ? അതിനിടെയാണ് മറ്റു വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ച സംഭവം നടന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഈ വാർത്ത പുറത്തു വന്നതോടെ BJPക്കുള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യം പലരും ഉയർത്താൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ 12 കൊല്ലക്കാലമായി മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഒരു പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കോ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ആരോപണങ്ങൾക്കോ മോദിയോ മോദിയുടെ സർക്കാരോ ചെവി കൊടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ തന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാൻ പറയാൻ മോദി അനുവദിച്ചെങ്കിൽ അത് തീർച്ചയായും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് മുമ്പിലുള്ള സർക്കാരിന്റെ മുട്ടുമടക്കലാണ് എന്നതാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന ഒന്നാമത്തെ പോയിന്റ്. എന്നാൽ അതേ തുടർന്ന് നടന്ന മറ്റൊരു സംഭവം രാഷ്ട്രീയ നിരീക്ഷകരുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റി. അത് RSSന്റെ ഔദ്യോഗിക വാരികയായ ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞിരുന്നു, ഇന്നത്തെ BJPക്ക് സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുണ്ട് എന്ന്. പഴയതുപോലെ RSSന്റെ സഹായം നിർബന്ധമല്ല എന്നും. ഈ പ്രസ്താവന അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വന്ന ഓർഗനൈസർ എഡിറ്റോറിയൽ കൂടുതൽ ശ്രദ്ധേയമായി. അതിൽ പാർട്ടിയുടെ അമിത ആത്മവിശ്വാസത്തെയും മോദി ബ്രാൻഡിൽ മാത്രം അമിതമായി ആശ്രയിക്കുന്നതിനെ കുറിച്ചും പ്രവർത്തകരുടെ പങ്ക് വേണ്ടത്ര വിലമതിക്കാതെ സമീപത്തിനെ കുറിച്ചും ശക്തമായി വിമർശിക്കുന്നതായിരുന്നു. ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് BJPക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു പുതിയ അസ്വസ്ഥതയുടെ സൂചന പുറത്തു വരികയാണ്.
അത് മറ്റൊന്നുമല്ല, ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധവും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും കഴിഞ്ഞ് BJP ആഭ്യന്തരമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിഷേധം കൈകാര്യം ചെയ്ത രീതിയും രാജി വൈകിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയായെന്ന് പാർട്ടിയിലെ ചില നേതാക്കൾ സമ്മതിക്കുന്നു. തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇത്ര വലിയ രാഷ്ട്രീയ നാശം ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ ഉയർന്നതായി റിപ്പോർട്ട് വരുന്നു. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. ഒരു പാർട്ടി യോഗത്തിൽ പോലും മോദിക്കെതിരായോ സർക്കാരിനെതിരായോ ഓരോ നേതാവും ഒരക്ഷരം പോലും മിണ്ടാത്ത സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. BJPക്കുള്ളിൽ തന്നെ ശക്തമായ പ്രതിഷേധവും വിമർശനവും മോദിക്കും BJP സർക്കാരിനുമെതിരെ ഉയർന്നു വരുന്നു എന്നത് മോദി സർക്കാരിനെതിരെയുള്ള വലിയൊരു പടയൊരുക്കം അത് BJPയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നതിന്റെ വലിയ സൂചനയായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ മുരളി മനോഹർ ജോഷിയുടെ പ്രസ്താവനയും P മുരളീധര റാവുവിന്റെ മുന്നറിയിപ്പും RSS നേതൃത്വത്തിൽ നിന്നുള്ള സന്ദേശങ്ങളുമെല്ലാം ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പാർട്ടിക്കുള്ളിലെ വിമർശകരും പുറത്തുള്ള നിരീക്ഷകരും വിലയിരുത്തുന്നു. മോദി ബ്രാൻഡ് മാത്രമല്ല, സംഘടനയും പ്രവർത്തകരും ജനവികാരവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നവർ ഉറച്ചു പറയുന്നു. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇതെല്ലാം ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ മാത്രമാണോ, അതോ BJPക്കുള്ളിൽ രൂപം കൊള്ളുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ആദ്യ സൂചനകളാണ്? അതിന്റെ ഉത്തരം ഇനി വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങളായി നമുക്ക് കാണാം. എന്നാൽ ഒരു കാര്യം കൂടി മറയില്ലാതെ വെട്ടിത്തുറന്നങ്ങ് പറയാം. കുറച്ചു കാലം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു RSSനെയും മോദിയെയും അമിത്ഷായെയും ഈ BJP സർക്കാരിനെയും നേരിട്ട് വിമർശിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മോദിയെയും അമിത്ഷായെയും BJP സർക്കാരിനെയും വിമർശിക്കുന്ന ഒരുപാട് പേർ പ്രസ്താവനകളും വീഡിയോയുമായി പുറത്തു വരുന്നു. ഇത് ഒരു വലിയ സൂചനയാണ്. ഇതൊരു വലിയ സന്ദേശമാണ്. അതായത് മോദി എന്ന വലിയ BJP നേതാവിന്റെയും ആ മോദി നയിക്കുന്ന BJP സർക്കാരിന്റെയും പടിയിറക്കം അത് BJPയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നതിന്റെ വലിയ സൂചനകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നാണ് നിരീക്ഷകർ ഒന്നായി ഉറപ്പിച്ചു പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കട്ടെ. കാരണം അവരുടെ അഭിപ്രായവും ഈ കാര്യത്തിൽ നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിമർശനങ്ങളും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ദയവായി കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റുകളും നിങ്ങളുടെ ഓരോ വിമർശനങ്ങളും ഞങ്ങൾ ശരിയായി ചർച്ച ചെയ്യും, നിരീക്ഷിക്കും. നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടി ഇവിടെ തന്നെ ഞങ്ങൾ നൽകും എന്നും ഉറപ്പു നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ യുദ്ധത്തിൽ നിങ്ങളും ഞങ്ങളൊപ്പം ഉണ്ടാകണമേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.